സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണ് ഒരുങ്ങുകയാണ്. നമ്മളുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ പരിശീലന കളരിയിലാണ്. നമുക്കറിയാം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം, ഫുട്ബോളിൻ്റെ തലസ്ഥാനം എവിടെയാണ്? മലപ്പുറം. ദേ ഈ കാണുന്ന താരങ്ങളെല്ലാം മലപ്പുറത്ത് നിന്നുള്ളവരാണ്. തിരുവനന്തപുരത്തെ ഇത്തവണ തകർത്ത് എതിരാളികളെ വിറപ്പിക്കാൻ മലപ്പുറത്തു നിന്നുള്ള 7 പടക്കോപ്പുകളാണ് കേട്ടോ ഇത്തവണ ട്രിവാൻഡ്രം ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് പരിശീലനമൊക്കെ? അടിപൊളിയാണ്. നല്ല കോച്ച്, കാലി കോച്ച് ആയാലും ജെയിംസ് കോച്ച് ആയാലും ടെക്നിക്കൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. നമ്മളെ ബ്രസീലിയൻ താരങ്ങൾക്കൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫണ്ടാസ്റ്റിക്. അവരൊപ്പമുള്ള ക്യാമ്പ് ചെയ്യുമ്പോൾ അവരൊപ്പം നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. അടിപൊളിയാണ്. കൊല്ലം നമ്മൾ കപ്പടിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അക്ഷയ്, മലപ്പുറത്തുള്ള ഫാൻസിനെയും കൂടെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെന്താ, ഉറപ്പല്ലേ? ആരാ അതിൻ്റെ ഇടയ്ക്ക് പാട്രിക് എനിക്ക് ബോൾ തരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഷാഫി, പാട്രിക് ഇവിടെ തരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. പാട്രിക്കിന് മനസ്സിലായോ? ആ, നല്ല ടീമാണ്. ബ്രസീലിയൻസ് കളിക്കാൻ്റെ സുഖമാണ് ഒരുമിച്ച്. കപ്പടിക്കണം. അക്ഷയ്, മലപ്പുറത്തെ കാണികളോട് എന്താ പറയാനുള്ളത്? മലപ്പുറത്തെ അവിടെ എന്താ ഇത്തവണ കൊമ്പൻസ് കപ്പുണ്ടോ? ഓക്കെ, അവിടെ കളിക്കാൻ മഞ്ചേരി കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വരും. ഉറപ്പ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ്. സീനിയർ പ്ലേയേഴ്സ്, പിന്നെ ബ്രസീലിയൻ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ കോച്ചസ് ആയാലും ഫോറിൻ. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു മാറ്റം തോന്നുന്നുണ്ടോ? ഒരു നമ്മൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കൂടെയും പുതിയ കോച്ചിൻ്റെ കൂടെയൊക്കെ വരുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടോ? കളി കുറച്ചും കൂടി സ്പീഡാവും കമ്പാരിറ്റീവ്ലി. അവർ നല്ല സ്പീഡാവും. അപ്പം നമ്മളതിനനുസരിച്ച് സ്പീഡാവണം. മലപ്പുറം എഫ് സിക്ക് വലിയ ആരാധകർ അവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പം നിങ്ങൾ 7 പേരിങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ മലപ്പുറത്തുള്ളവർക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റും അല്ലേ? അതെ, മലപ്പുറം എഫ് സി ആരാധകരൊക്കെ തിരുവനന്തപുരം ആക്കണോ? അതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ? ഉഷാറാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സെമിയിലെത്തി, ഈ വർഷം ഫൈനലെത്തണം, കപ്പടിക്കണം. സെമിയിൽ നമ്മൾ കാലിക്കറ്റിനോടല്ലേ? കാലിക്കറ്റ്. അപ്പോൾ അവിടെ കോഴിക്കോട് പോയിട്ട് ഒരു പകരം വീട്ടാനുണ്ട്. ഇത്തവണ അവരുടെ ഫൈനലെത്തി നമ്മൾ കപ്പടിക്കണം ആഗ്രഹമുണ്ട്. കോഴിക്കോട്ടുകാരോട് എന്താ പറയാനുള്ളത്? ഒരുങ്ങിയിരുന്നോളം പറയണം. എങ്ങനെയാണ് ഒപ്പമുള്ള സഹതാരങ്ങൾ? ഇപ്പോൾ പുതിയ ഗോൾ കീപ്പർമാർ വന്നു. 6 അടി 5 ഇഞ്ചുകാരനൊക്കെ ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഡിഫൻഡറായിട്ട്. എന്താണ് തോന്നുന്നത്? നമ്മളെ മലപ്പുറത്തെ ഫുട്ബോൾ മൈതാനങ്ങളിൽ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങ് ചെന്ന് ഇറങ്ങുന്ന സമയം പന്തലിച്ചാൻ പോവാന്നൊക്കെ പറഞ്ഞ് നമ്മളാൾ. അപ്പോൾ അവരോട് എന്താ പറയുള്ളത്? മലപ്പുറം ഭാഷയിൽ എന്താ പറയുള്ളത്? ഫസ്റ്റ് മാച്ചിൽ കാണാം. നമ്മുടെ ഫസ്റ്റ് കളി മലപ്പുറത്താണോ? ഒരുക്കങ്ങൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ടീം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കാട്ടി നല്ല സ്ട്രോങ് ആയിട്ട്. ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും പോയടുത്തുനിന്ന് തിരിച്ചു പിടിക്കണം. ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ കാണുന്നത്. എല്ലാവരും തമ്മിൽ ഭയങ്കര സിങ്കാണ് ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ ആയിട്ട്. പെട്ടെന്ന് മിങ്കിളായി. ഫോറിൻ പ്ലേയേഴ്സ് ആയാലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും പെട്ടെന്ന് പ്ലേയേഴ്സ് ആയിട്ട് മിങ്കിളായി. എല്ലാവരും ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്യുന്നു. ഒരു ഫാമിലി ആയി പെട്ടെന്നായി. എന്താണ് സ്ഥിതി? എന്താണ്, നല്ല സ്ക്വാഡാണ്. പിന്നെ മലപ്പുറക്കാരെ പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറത്ത് ആരാണോ നന്നായി കളിക്കണത് അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ കോഴിക്കോട് മലപ്പുറത്തെ കോഴിക്കോട് നല്ല കളിച്ചു, കോഴിക്കോട് സപ്പോർട്ട് ചെയ്തു. അതേപോലെ നമ്മൾ നല്ല സ്ക്വാഡാണ്. അവിടെ പോയിട്ട് നല്ല പെർഫോമൻസ് ചെയ്യുക. ആ ഫാൻസ് ഓപ്പോസിറ്റ് നമ്മളെ ഫാൻസായി മാറും. മലപ്പുറത്തെ ഫാൻസിന് അങ്ങനെ പക്ഷപാതമില്ല. ആരാണോ നല്ല ഫുട്ബോൾ കളിക്കുന്നത് അവർക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഫുട്ബോൾ കളിക്കും. അതിനുള്ള സ്ക്വാഡ് ഉണ്ട്, അതിനുള്ള ഫോറിനേഴ്സ് ഉണ്ട്, കോച്ച് നല്ല ടാറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളിക്കും, നന്നായി കളിക്കും, ജയിക്കാം ഇൻഷാ അല്ലാഹ്. 100-200 ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. മാത്രമല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ. നിങ്ങളെല്ലാവരും മലപ്പുറത്ത് വന്ന് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗംഭീരമാവട്ടെ. അപ്പം തിരുവനന്തപുരം കൊമ്പൻസ് ഇത്തവണ ഇറക്കുന്നത് 7 പേരെയാണ് മലപ്പുറത്തുനിന്ന്. ഫുട്ബോളല്ലേ, മലപ്പുറം അല്ലേ, ആഘോഷമല്ലേ. അപ്പോൾ ഇവരുടെ കളി നമുക്കവിടെ കാണാം. ശരത് ലാലിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.